രണ്ട് ഘട്ടമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. ഇനിയും കേരളം കാത്തിരിക്കുന്നത് ആ വിധിയിലേക്കാണ്. കാരണം നാളെ രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 മുതൽ തന്നെ നമുക്ക് ചിത്രം വ്യക്തമായി തുടങ്ങും. ഏതാണ്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും എന്താണ് കേരളത്തിൻ്റെ ട്രെൻഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയാണ് പ്രബല ശക്തിയാകുക എന്നത് സംബന്ധിച്ചൊരു ട്രെൻഡ് നമുക്ക് 10 മണിയോടുകൂടി വ്യക്തമാകും. ഏതാണ്ട് 1 മണിയാകുമ്പോഴേക്കും ചിത്രം പൂർണ്ണമാകും. അതായത് നഗരസഭകൾ, കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമസഭ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിവിഷനുകളിലേക്ക്, ബ്ലോക്കിലേക്ക്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലേക്കൊക്കെയുള്ള ചിത്രം ഏതാണ്ട് 1 മണിയോടുകൂടി വ്യക്തമാകും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ശാലിനി തിരുവനന്തപുരത്ത് നിന്നും തയ്യാറാണ്. ശാലിനി, ഏതായാലും ഇന്നത്തെ ഈ പകലും അതോടൊപ്പം തന്നെ ഈ രാത്രിയും കഴിഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. പ്രത്യേകിച്ച് അടുത്ത വർഷം ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം വളരെ സുപ്രധാനമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുകയാണ്. അതിന് തൊട്ട് മുൻപൊരു റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് വരാൻ പോകുന്നത്. ഈ 3 മുന്നണികളും എത്രത്തോളം പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഒരു സെമി ഫൈനൽ പോരാട്ടം. ആ പോരാട്ടത്തിന്റെ വിധി എന്താണ് എന്നറിയാൻ കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇന്നിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ ഒപ്പം രാത്രി പിന്നിടുമ്പോൾ നാളെ പുലരുന്നത് മറ്റൊരു വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും മുന്നണികൾ എന്നുള്ളതാണ്. എന്തായാലും അരയും തലയും മുറുക്കി കണക്കുകൂട്ടലുകളിലാണ് ഓരോ മുന്നണികളുടെയും സംസ്ഥാന ഓഫീസും ജില്ലാ കമ്മിറ്റി ഓഫീസുകളും ഒക്കെ ഉള്ളത്. എവിടൊക്കെ വോട്ടുകൾ വന്നു, ഏതൊക്കെ വോട്ടുകൾ നഷ്ടമായി, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളിലാണ് ഈ മണിക്കൂറിൽ മുന്നണികളുള്ളത്. ഏകദേശം കേരളത്തിൽ മൊത്തത്തിൽ ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ 74%-ലധികം വോട്ട് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ പ്രാദേശിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല, സ്ഥിതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ഭരണ മുന്നേറ്റം അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കവർച്ചകളും അഴിമതികളും ഒപ്പം തന്നെ ഭരണ മുരടിപ്പും അടക്കം ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി ഉള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഒരു ഭാഗത്ത് വരുന്നു. മൗനം തുടർന്ന് പല നേതാക്കന്മാരും ഈ മണിക്കൂറിലും തുടരുകയാണ്. അതേസമയം തന്നെ നഷ്ടപ്പെട്ടുപോയ പ്രതാപം തിരിച്ചു പിടിക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിന്റെ ക്യാമ്പുകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മുന്നണികളുടെ ഭരണ മുരടിപ്പും ഒപ്പം തന്നെ അവർ നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികൾ, പ്രത്യേകിച്ച് അഴിമതി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, അഴിമതി നടത്തി ഖജനാവിലെ ഫണ്ട് ഇല്ലാതാക്കൽ, അതൊക്കെ മാറ്റി ഒരു നവകേരളം സൃഷ്ടിക്കാൻ, ശരിയായിട്ടുള്ളൊരു നവകേരളം സൃഷ്ടിക്കാൻ BJPക്കാകുമെന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നടപ്പിലാക്കിയ പദ്ധതികൾ, കേരളത്തിലെത്തിയിട്ടുള്ള വികസനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇത്തവണ നടന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPക്ക് അടക്കം മുന്നേറ്റം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ്. തലസ്ഥാനം പിടിച്ചാൽ സംസ്ഥാനം പിടിച്ചു എന്നുള്ളൊരു ഖ്യാതിയൊക്കെ ഓരോ മുന്നണികൾക്കും. അതായത് ഏറ്റവും നിർണായകമാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഉന്നം വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ തവണ നിസാര സീറ്റുകൾക്ക്, നിസാര വാർഡുകൾക്കാണ് BJPക്ക് അത് കൈവിട്ടു പോയത്. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലം, ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലേക്കുള്ള ഒരു ചവിട്ടുപലക എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം ഉറപ്പാണ് എന്നാണല്ലോ BJP ക്യാമ്പുകൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ചില നഗരസഭകൾ, ഇപ്പോൾ നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ആ സർക്കിളിൽ വരുന്ന നഗരസഭകളിൽ കൂടി BJP ഭരണം പിടിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ശാലിനി? തീർച്ചയായും ഗൗതം, വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് NDA തിരുവനന്തപുരത്തുള്ളത്. പ്രത്യേകിച്ച് 34 സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണ BJP പിടിച്ചതെങ്കിൽ ഇത്തവണ അതിൻ്റെ ഡബിൾ പിടിക്കുമെന്നുള്ള പ്രതീക്ഷ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം അത്രയധികം പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP ഇവിടെ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികളുടെ പല ഫണ്ടുകളും കേരളത്തിലെത്തി, തിരുവനന്തപുരം നഗരസഭയിലെത്തി. അത് അഴിമതിയിലൂടെ തട്ടിയെടുത്ത ഒരു ഭരണസമിതി, അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് തിരുവനന്തപുരം നഗരസഭയിൽ
വീശുമെന്നുള്ളതാണ് BJP പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 10 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് നില മെച്ചപ്പെടുത്താനുള്ള പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടത്തുന്നത്. അതേസമയം തന്നെ ഏത് പദ്ധതി എടുത്താലും അതിലെല്ലാം അഴിമതി കലർത്തിയ CPM എന്ന ഭരണസമിതി അവർ മാറണമെന്നുള്ളൊരു ആവശ്യം ജനങ്ങൾ പൊതുവായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ആവശ്യത്തിൽ എത്രത്തോളം വോട്ടുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ്റിങ്ങൽ, വർക്കല, ഒപ്പം തന്നെ നെടുമങ്ങാട് അടക്കം പാറശാല അടക്കമുള്ള മേഖലകളിലും BJPക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ NDAയുടെ ക്യാമ്പുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും നാളെ രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 244 കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. 941 പഞ്ചായത്തുകളിലായി 152 ബ്ലോക്ക് പഞ്ചായത്ത്. തെക്കൻ കേരളത്തിൽ ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. അതിൽ തീപാർന്ന മത്സരം തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ നടന്നു. BJP ഈ തവണ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയത്. അഭിപ്രായ സർവേകളും അതോടൊപ്പം തന്നെ പല പഠന റിപ്പോർട്ടുകളുമെല്ലാം ആ നിലയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്.